നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹ കൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ 4ാമത്തേതായിട്ടുള്ള കരിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കരിദിന സംഖ്യ വരുന്നത് 18,72,526ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 26-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 21-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 12-ാം തീയതിയാണ്. ഇന്ന് അഷ്ടമി തിഥിയാണ്. കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ്. രാത്രിയിൽ 10:58 വരെയുള്ള സമയത്താണ് അഷ്ടമി തിഥി വരുന്നത്. പിന്നെ നവമിയാണ്. നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. വൈകിട്ട് 6:35 വരെയുള്ള സമയത്താണ് ആയില്യം നക്ഷത്രം. അതിനുശേഷം മകം നക്ഷത്രമാണ്. കരണം വരുന്നത് പുലിക്കരണമാണ്. 10:57 രാവിലെ 10:57 വരെ ആണ് പുലിക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശുഭ്രനാമ നിത്യയോഗമാണ്. രാവിലെ 8:02 വരെയാണ് ശുഭ്രനാമ നിത്യയോഗം വരുന്നത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ്. 2 ആഴ്ചക്കാലമാണ് ഒരു ഞാറ്റുവേല. 72 ഞാറ്റുവേലകളാണ് ഒരു വർഷം ഉള്ളത്. ഋതു വരുന്നത് ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:20:24 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:55 37 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 35 മിനിറ്റ് 13 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ദിനമാനവും ഉദയാസമയങ്ങളും മധ്യകേരളത്തിലേതാണ് പറഞ്ഞിട്ടുള്ളത്. വടക്കോട്ടും തെക്കോട്ടും മാറുന്തോറും ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:08 തുടങ്ങി 1:34 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:41 തുടങ്ങി 12:08 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 7:47 തുടങ്ങി 9:14 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വർജിക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 മുതൽക്ക് 12:06 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയുള്ള സമയമാണ്. 11:44 മുതൽക്ക് 12:32 വരെയാണ് യഥാർത്ഥത്തിൽ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. എന്നാൽ മധ്യത്തിൽ സന്ധി വരികയാൽ വർജിക്കുന്നത് 4 മിനിറ്റ്. ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്കാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ഈ ധനുക്കൂറുകാർക്ക് ഇന്ന് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവർ ശുഭകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. ഒരു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നക്ഷത്രമല്ല ആയില്യം നക്ഷത്രം. ശത്രുദമന കൃത്യങ്ങൾ, അതുപോലെ സർപ്പസംബന്ധമായിട്ടുള്ളതും വിഷസംബന്ധമായിട്ടുള്ളതും ഉള്ള കർമ്മങ്ങൾ, സാഹസ കർമ്മങ്ങൾ, കപട കൃത്യങ്ങൾ, അതുപോലെ കച്ചവടം, ഇതിനൊക്കെയും ഇന്നത്തെ ഈ നക്ഷത്രം ആയില്യം നക്ഷത്രം അനുകൂലമാണ്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ഇത് അഷ്ടമിയാണ് തിഥി വരുന്നത്. കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ്. അഷ്ടമിയും ഒരു ശുഭകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമല്ല. യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള ശില്പകർമ്മങ്ങൾ, നൃത്തം തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. നമസ്കാരം.